ഗായ്സ്, എൻ്റെ പേര് സുനി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ലെറ്റ്സ് പ്ലേൻ്റെ 4ാമത്തെ എപ്പിസോഡായിട്ടാണ്. അപ്പോൾ നമ്മളെ 4ാമത്തെ എപ്പിസോഡത്തെ ഗോൾ പറഞ്ഞ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്ററാണ് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഹോഴ്സസ് ആർമറാണ്. നമുക്കൊരു വെള്ള കുതിരേനെ ഞാനിവിടെ കെട്ടിച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഡയമണ്ട് ഹോഴ്സസിൻ്റെ ആർമറും പിന്നെ സാഡിലും ഉണ്ടാവും. അത് ഇതിലല്ല ഉണ്ടായിരുന്നത്, വേറെ ബ്ലാക്ക് സ്മിത്തിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഇതിക്ക് ഓൾറെഡി അന്ന് കളക്ട് ചെയ്ത് വെച്ചതാണ്. എൻ്റെ 1ാമത്തെ എപ്പിസോഡൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ നേരെ പോയി ഞാൻ ആ വെള്ള കുതിരേനെ കാണിച്ചു തരാം. അതിന് ഇതും കൂടി ഇട്ട് കൊടുത്താൽ ഭയങ്കര സ്പീഡിലത് ഓടും. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഇതാ കണ്ടോ, നമ്മളെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു തന്നെ ഓൾറെഡി നമ്മളായിട്ട് ഇപ്പോൾ ഒന്ന് ഇണങ്ങീന്. അപ്പോൾ നമ്മൾ സാഡിലും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആർമറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ലുക്കായത്. വെള്ള കുതിരനെ കാണാൻ അല്ലെങ്കിലും നല്ലൊരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒപ്പിച്ചണം. എന്തിനുള്ള നമ്മളെ കോബിൾ സ്റ്റോൺ ജനറേറ്ററിനുള്ള. അപ്പോൾ അതിന് ഓൾറെഡി 12 അയണൊക്കെ എൻ്റെ അടുത്തുണ്ട്, ഞാൻ മൈൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഞാൻ ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് കറക്റ്റ് ഓർത്ത് വെച്ചോളൂ. ഇതേ സംഭവങ്ങളാണ്, 30 ആണെന്നൊന്നുമില്ല. കുറച്ച് കോബിൾ സ്റ്റോൺ, പിന്നെ ഒരു ലാവ ബക്കറ്റ്, ഒരു സൈൻ ബോർഡ്, 4 സ്റ്റെയർ കേസാണല്ല, കുറച്ച് സ്റ്റെയർ കേസും പിന്നെ 4 ചെസ്റ്റാണ് ഞാൻ ഉപയോഗിക്കണേ. 2 ഹോപ്പറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഹോപ്പർ ഉപയോഗിച്ചാണ്ട് വലിയ കോബിൾ സ്റ്റോൺ ജനറേറ്ററുമാണെങ്കിൽ നിർമ്മിക്കാം. ഞാൻ വെറും 2 ചെസ്റ്റ് 2 വട്ടം വെച്ചിട്ടുള്ള അതാണ് പരിപാടിയാണ് ഞാൻ എടുക്കണേ. അപ്പോൾ ഇതിലുള്ള ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ടേ ഒന്ന് വെക്കട്ടെ കേട്ടോ. ഈ ബീട്രൂട്ടൊക്കെ എനിക്ക് അങ്ങോട്ട് വെക്കാണ്ട്, ഫുഡിൻ്റെ ടെസ്റ്റിൽ വെക്കാണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ച ചോളി. അതിന് മുമ്പ് എനിക്കൊരു വാട്ടർ സോയ്സ് ഉണ്ടാക്കണം. അൺലിമിറ്റഡ് വാട്ടർ സോയ്സ് നല്ലല്ലോ പറയാം, എത്താണ് ഇപ്പോൾ പറയാൻ അറിയില്ല. അൺലിമിറ്റഡ് വാട്ടർ നമുക്ക് കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇത് കാണിച്ചു തരാം. അത് ഇതിനടുത്തല്ലേ ഞാൻ ഇവിടുന്ന് മാറ്റും. അതിൻ്റെ മുമ്പ് ഈ ലാവൊന്ന് ഇത് ഒഴിച്ചേക്കണം. നമുക്കിപ്പോൾ ഉണ്ടാക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാൻ മാത്രമാണ് ഇപ്പോൾ കേട്ടോ യൂസ് ചെയ്തതെന്ന് അവിടെ വരെ വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊരു പ്ലസ് ഷേപ്പിൽ, നമ്മൾ ഈ നടുവിലുള്ള പ്ലസ് ഉണ്ടല്ലോ അതേപോലത്തെ ഒരു പ്ലസ് ഷേപ്പിൽ ഇത് ഉണ്ടാക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഇട്ട് ഇതിന് പോക്കിയെടുക്കണം, ഇവിടുത്തും പോക്കിയെടുക്കണം. എന്നിട്ട് ഓരോ കോണിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മളത് വെള്ളം ഒഴിച്ചില്ലല്ലോ ദാവസ്. അപ്പോൾ നമ്മളിത് ഒരു കോണിൽ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ അടുത്ത കോണ് അങ്ങനെയാണ് വെള്ളം ഒഴിക്കേണ്ടത്. അതിന് എല്ലാ കോണും നിറയണേനെ വെള്ളം ഒഴിക്കണം. നമ്മളിത് ഇവിടെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനി ബാക്കി 2 കൂടി അതിലും കൂടി നിറച്ച് നമ്മളിത് കറക്റ്റ് അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ആവും. നമുക്ക് ഇനി ഇവിടെയും കൂടി നിറക്കാണ്ട്. ഓക്കെ, നമ്മളിത് അപ്പോൾ റെഡി. ഇനി നമുക്ക് അവിടും കൂടി ഉണ്ട്. ഇനി അവിടെ എന്താണാവും, ഇത് ബെഡ് റോക്ക് അല്ല, ബഗ് റോക്കാണ്. കുഴപ്പമില്ല, നമ്മൾ ഇതിൽ തന്നെ കളിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. നമ്മളിതാ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എത്ര എടുത്താലും ഇവിടുന്ന് വെള്ളം തീരാൻ പോകുന്നില്ല. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ വേണ്ടോ, ഇപ്പോൾ ഒരു വാട്ടർ ബക്കറ്റിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് എടുക്കാം. ആദ്യം ഇവിടെ ഞാൻ ഈ ചെറിയ ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവിടെ 2 ചെസ്റ്റ്, ഇവിടെ 2 ചെസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ചാരി ഹോപ്പർ വെക്കണം, അതിക്ക് കണക്റ്റായ രീതിയിൽ ഹോപ്പർ വെക്കണം. നമ്മളിവിടെ വെച്ചിട്ട് നമ്മൾ മേലക്കൊന്ന് ഏറിപ്പോയി. ഇത് കുറച്ച് ബട്ടൺ നിൽക്കണമെങ്കിൽ കുറച്ച് ഇതാണ്. അപ്പോൾ അതേപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിലുള്ള ഹോപ്പർ അതിലാണ്ട് കയറാണ് നേരെ ചെസ്റ്റിലാണ് എത്തി കേസ്. അപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. അവിടെയുള്ള ആ ഹോപ്പർ ഈ ചെസ്റ്റിന് കണക്റ്റ് ആക്കിയിട്ട് വെക്കണം. ഇപ്പോൾ 2 ഹോപ്പറും കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കോബിൾ സ്റ്റോൺ കൊണ്ട് ഞാൻ ചെയ്യണ പോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ 2 ബ്ലോക്കാണ് ചെയ്യണത്. നമുക്ക് ഇനിയും ഹൈറ്റ് കൂട്ടേണ്ടി വരും, നോക്കാം. നമ്മളിത് ഇവിടെയൊക്കെ വെച്ച് നമുക്ക് ഇവിടെയും കൂടി ഇതാക്കിയിട്ട് ഈ ചെസ്റ്റ് ഒരു ബ്ലോക്കായിട്ട് ഇതായിട്ടുള്ളതാണ് വേണ്ടിയതാ. ഈ ചെസ്റ്റ് പകുതി പോലെ കാണണം. അപ്പോൾ നമ്മൾ അവിടെയും വെച്ച് കൊടുക്കുകയാണ്. അവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇട വരുന്നിടത്ത് ചെസ്റ്റിൻ്റെ മേലെ നമുക്ക് സ്റ്റെയർ കേസ് വെച്ച് കൊടുക്കാം. നമ്മൾ വീണ്ടും ഈ 2 കയറി വരികയാണ്. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ മേലെ ഒരു സ്റ്റെയർ കേസ് വെച്ച് ഇനി ഒരു സ്റ്റെയർ കേസും കൂടി വെക്കണം. എന്നാലേ ഇത് നമുക്ക് കറക്റ്റായിട്ട് വർക്കായി കിട്ടുള്ളൂ. സ്റ്റെയർ കേസ് തന്നെ വേണം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഹൈറ്റ് കൂടുന്നുണ്ട്. മറ്റേ ലാവ പുറത്ത് വീണ് ആകെപ്പാടെ നമ്മൾ കത്തി പോകും ഗൈസ്. അപ്പോൾ നമ്മളിത് ഒന്നും കൂടി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ മാത്രം ഇങ്ങനെ വെച്ചാൽ മതി, മറ്റേ നമുക്ക് ലാവ് വെച്ചാലുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ മാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ സ്റ്റെയർ കേസുമ്പോൾ മാത്രം ഫസ്റ്റത്തെ സ്റ്റെയർ കേസുമ്പോൾ നമ്മളൊരു വാട്ടർ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെയർ കേസുമ്പോഴൂടെ നമ്മൾ വാട്ടർ വയ്ക്കണം. അപ്പോൾ ഒന്ന് നമുക്ക് ചെയ്യാതെ നമ്മൾ ഈ സ്റ്റെപ്പ് ആക്കിയിട്ട് വെക്കട്ടെ. അതിന് മുമ്പ് കഴിച്ച് നമ്മൾ ചെറിയൊരു കാര്യം മറന്നു. ഇപ്പോൾ ആ വാട്ടർ നിങ്ങളിപ്പോൾ ഇവിടെ വെച്ചണ്ട. അതിൻ്റെ മുമ്പ് നമുക്ക് ഈ കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്യാനുള്ള സ്ഥലത്ത് ഒന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ തന്നെ വേണം. ഇവിടെ ആയിട്ട് നമ്മളൊരു സൈൻ ബോർഡ് വെച്ച് കൊടുക്കണം.
അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ സംഭവം ഇങ്ങനെയാണ്. ഇന്ന് ആ വെള്ളം പുറത്തേക്ക് വരില്ല, നിങ്ങൾക്ക് അറിയാനായിരിക്കും. അവിടെ ഒരു ബ്ലോക്ക് പൊട്ടിച്ച ചതിതാ നമ്മളിത് ആ സ്റ്റെയർ കേസും തന്നെ കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെയർ കേസും നമുക്ക് വെള്ളം കിട്ടിയില്ലല്ലോ. കിട്ടിയില്ല. നമ്മൾ ആകെപ്പാടെ മൂഞ്ചിട്ടുണ്ട്. ഇതാ ഇവിടുത്തെ വാട്ടർ സോഴ്സ് പോയിട്ടുണ്ട്. എന്താണിത് നമ്മളിത് റെഡി ആവാത്ത ഫുള്ള് ബഗ്രോക്കാണ്. നമുക്കിപ്പോൾ എങ്ങനെ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കണം. എന്താ കേസ് നമ്മളിത് അടുത്ത സ്റ്റെയർ കേസിലൂടെ ഒഴിച്ചണം. ഇത് അടുത്ത സ്റ്റെയർ കേസിലാക്കിയിട്ട് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ലാവേണ ഒഴിച്ചാലേ. അതിൻ്റെ മുമ്പ് ഇവിടെ നിന്ന് ബ്ലോക്കൊന്ന് മേലേക്കൊന്ന് വെക്കണം. ഇതാ ഈ ബ്ലോക്ക് നമ്മളിതാ ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ ലാവ് വയ്ക്കണം. ഷോ ഇഞ്ഞും അടിക്ക് ഇറങ്ങണമല്ലോ. ഇനിയിപ്പോൾ ബ്ലോക്ക് വെച്ച് കയറണം. ബ്ലോക്ക് തീരുമെന്തോ പക്ഷേ നമ്മളിതാ ഇന്ന് കയറിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ കറക്റ്റ് ഈ മേലെ ഭാഗത്തെ ബ്ലോക്കുമ്പോൾ നമ്മൾ ലാവ് വെച്ച് കൊടുക്കണം. പിന്നെ ആ ലാവ് പതിയെ ഇങ്ങോട്ടും കൂടി കിടക്കുന്നതാണ്. ഇതൊക്കെ കടന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചും ഇതൊരു എന്തില്ല, ഇതൊന്ന് നമുക്കൊന്ന് ഇവിടം കൂടി ഒന്ന് മൂടിയെടുക്കണം. അല്ലെങ്കിൽ നമ്മളിതിൻ്റെ മേലാത്തവാറ്റ കയറിയാലോ കത്തിപ്പോയാലോ സാധനങ്ങളൊക്കെ പോയി. അപ്പോൾ നമ്മൾ കോബിൾസ്റ്റോണായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പൊട്ടിച്ചുമ്പോൾ സ്ലോ ആയിട്ടാണ് വരിക. നിങ്ങൾ കാര്യമാക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ റെഡി ആവുന്നതാണ്. അപ്പോൾ ആ നടുവിൽ കാണുന്ന സ്റ്റോണാണ് നമുക്ക് പൊട്ടിച്ചാനുള്ളത്. അപ്പോൾ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അത് നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റത്തെ മാത്രമേ നമ്മൾ പൊട്ടിച്ചിട്ടുള്ളൂ. ഇനി രണ്ടാമത്തും കൂടി പൊട്ടിച്ചു തുടങ്ങാം. പക്ഷേ കഴിച്ച് നമ്മളിത് അവിടുത്തെ ഒരു കോബിൾസ്റ്റോൺ പൊട്ടിയിട്ടുണ്ട്. അതൊന്നും സീനില്ല, നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഏത് വന്നാലും ഒരു കുഴപ്പമില്ല, നമ്മളങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ചെസ്റ്റിക്ക് ഇങ്ങനെ ഹോപ്പർ വഴി ഇങ്ങനെ കയറി പോകും. നല്ല എഫിഷ്യൻ്റാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ ഇത് പൊട്ടി പിക്കാസ് പൊട്ടി കഴിഞ്ഞ് പുതിയ ഉണ്ടാക്കണം. ഇതിൽ നമ്മൾ 13 ഇട്ടിട്ടുണ്ട്. ഇത് ഒന്ന് ആയി നമ്മൾ അവസാനത്തേക്ക് ഒന്ന് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഉള്ളതെന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കോബിൾസ്റ്റോണായിട്ട് ഇത്രയാണ് ഫുള്ളാവാനുള്ളത്. നമ്മൾ കോബിൾസ്റ്റോണായിട്ട് ഇത്രയേ ആവുള്ളൂ. അപ്പോൾ ഗൈസ് കോബിൾസ്റ്റോണായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ നമ്മളെ ഈ ഇവിടെ കാണുന്ന ഈ അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത് നമുക്ക് എത്ര മണിയിൽ നടുവത്തെ ബ്ലോക്ക് തന്നെ എടുക്കണം ഗൈസ്. ഇതിൻ്റെ പോലെ ഇങ്ങനെ മൂഞ്ചാൻ പാടില്ല, നടുവത്തെ ബ്ലോക്ക് തന്നെ എടുക്കാൻ പാടുള്ളൂ. എന്നാലേ നമുക്കിത് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് നടുവത്തെ ബ്ലോക്ക് തന്നെ എടുത്ത് എത്രയും മണി നമുക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ കാണിച്ചതല്ല. അപ്പോൾ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.